വീണ്ടും മാനന്തവാടിയിലേക്കാണ്. ഒരാളെ കൊന്ന കാട്ടാനയ്ക്കായുള്ള തിരച്ചിൽ 4ാം ദിവസവും തുടരുകയാണ്. മണ്ണുണ്ടി ഭാഗത്ത് നിന്ന് നീങ്ങിയ ആനയെ ഡ്രോൺ വഴി ദൌത്യസംഘം നിരീക്ഷിക്കുകയാണ്. ആനയുടെ ദൃശ്യം വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മണ്ണുണ്ടി കോളനി മേഖലയിൽ ആളുകളെ മാറ്റിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് ടി അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ്, നിലവിലെ സ്ഥിതി എന്താണ്? ആനയെ നിരീക്ഷിക്കുന്നുണ്ടോ? ഇന്നും വെടിവെക്കാൻ കഴിയാത്തത് പ്രതികൂല സാഹചര്യം കൊണ്ടാണോ? രേഷ്മ, ഇന്ന് രാവിലെ 7:30 ദൗത്യസംഘം തെരച്ചിൽ ആരംഭിച്ചു. ഇതോടുകൂടി തന്നെ ഉടൻ തന്നെ മയക്കുവെടി വെക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയും അനുയോജ്യമായ ഒരു സാഹചര്യത്തിൽ ആനയെ കിട്ടാത്തത് കൊണ്ടാണ് മയക്കുവെടി വെക്കാത്തത്. കൺവെട്ടത്ത് 150 മീറ്റർ മാത്രം അകലെ വെച്ച് 2-3 തവണ ആന വനപാലക സംഘത്തിന് മുമ്പിലെത്തി. എന്നാൽ മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ ഒരു സാഹചര്യമായിരുന്നില്ല എന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും ഒരാൾ പൊക്കത്തിൽ മുൾപടർപ്പ് പോലെ പടർന്നു കിടക്കുന്ന അടിക്കാടുണ്ട് ഈ കാടുകളിൽ. ഇത് ഒരു വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആന നിൽക്കുന്ന പ്രദേശം ഒരു കോളനിയോട് ചേർന്ന് കിടക്കുന്ന മണ്ണുണ്ടി വനമേഖലയാണ്. അവിടെയാണ് ഇപ്പോൾ ആനയുള്ളത്. അവിടെ നിന്ന് ഒരു അനുയോജ്യമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ അതിനെ മയക്കുവെടി വെക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഏതായാലും മയക്കുവെടി വെക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളിലുള്ളതുപോലെ ഈ കാണുന്ന കാട്ടിൽ ഇവിടെ ഈ ചുറ്റുവട്ടത്ത് എവിടെയോ ആന ഉണ്ട് എന്ന് വനംവകുപ്പിന് ഉറപ്പാണ്. ഏതായാലും ഡ്രോൺ വെച്ചുള്ള നിരീക്ഷണം നടക്കുന്നുണ്ട്. ആനയെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ പിടികൂടാനാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത് ഇരുമ്പുപാലം മേഖലയിലാണ്. ഇരുമ്പുപാലത്ത് നിന്ന് ഇപ്പോൾ മണ്ണുണ്ടി വനമേഖലയിലേക്ക് ആന നീങ്ങിയിരിക്കുന്നു. ഈ കാട്ടിലൂടെ ആനക്കത് സഞ്ചരിക്കാൻ കുറഞ്ഞ ദൂരം മാത്രമാണുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ മയക്കുവെടി വിദഗ്ധ സംഘത്തിന് നേതൃത്വം നൽകുന്ന വെറ്റിനറി ഡോക്ടർ അജേഷ് മോഹൻദാസ്, അതുപോലെ തന്നെ മയക്കുവെടി വിദഗ്ധർ, RRT അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. സർവ്വസജ്ജമായാണ് ഇവർ ഈ കാട്ടിനകത്ത് കയറിയിട്ടുള്ളത്. എന്നാൽ അനുയോജ്യമായ ഒരു രീതിയിൽ ഇപ്പൊ 2 കുങ്കിയാനകളെയും ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സമീപ സ്ഥലത്ത് തന്നെ ഒരു 100 മീറ്റർ അകലെ വെച്ച് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ വനപാലകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇതുവരെയും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അനുയോജ്യമായ കൃത്യം ആനയുടെ മസിലുകളിൽ തന്നെ ഈ മയക്കുവെടി ഇഞ്ചക്ഷൻ എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധ്യമാകാവുന്ന ഒരു പൊസിഷനിൽ ആനയെ കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ അടിക്കാടുകൾ ഒരു വലിയ പ്രശ്നമാകുന്നുണ്ട്. ഒരുപക്ഷെ മയക്കുവെടി കൊണ്ടാലും ഇല്ലെങ്കിലും ആനക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഒരുപക്ഷെ വനപാലക സംഘത്തിന് ആ മുൾക്കാടുകളിൽ നിന്ന് രക്ഷപ്പെടാനോ ഓടിമായാനോ മറയാനോ കഴിയാത്തൊരു സാഹചര്യം ഇതും പ്രതിസന്ധിയാകുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രയാസമായി നിലനിൽക്കുന്നത്. എന്തായാലും ഈ വൈകാതെ തന്നെ ഈ ദൗത്യം ഫലം കാണും എന്നാണ് വനപാലക സംഘം ഇപ്പോൾ അറിയിക്കുന്നത്. അനീസ്, അതായത് ഇത്രയും വിഷമങ്ങളൊക്കെ വനംവകുപ്പിനെ സംബന്ധിച്ചുണ്ടെങ്കിലും ആളുകളെ സംബന്ധിച്ച് ചില വൈകാരിക പ്രതികരണങ്ങൾ കൂടി ഉണ്ട് ഈ വിഷയത്തിൽ. പ്രത്യേകിച്ച് ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ആ പ്രതികൂല സാഹചര്യമാണ് നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഈ മയക്കുവെടി വെക്കാത്തതിനെ തുടർന്ന് പല പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ആളുകൾ കൂടി പ്രതിഷേധിക്കാൻ ആലോചന നടത്തുന്നത് കണ്ടിരുന്നു. ഇന്നെന്താണ് സ്ഥിതി? ആളുകളൊക്കെ എന്തു പറയുന്നു? രേഷ്മ, ഇത് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിവൈകാരികമായ പ്രതികരണങ്ങളാണ് വൈകുന്നേര സമയമാകുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നത് പോലെ തന്നെ ചാലിഗദ്ദ എന്ന് പറയുന്നത് ഒരു ജനവാസ കേന്ദ്രമാണ്. അവിടെയാണ് പനച്ചിയിൽ അജി കൊല്ലപ്പെടുന്നത്. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ ഒരു കാട്ടാനയാണ് ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തത്. ആ സമയത്തുണ്ടാകുന്ന ജനരോഷം സ്വാഭാവിക പ്രതികരണമാണ്. അതുപോലെ തന്നെ പിന്നീടുണ്ടാകുന്ന അതുമായി ബന്ധപ്പെട്ട അവിടങ്ങളിൽ ഉണ്ടാകുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ ആന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഷേധങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതേസമയം തെരച്ചിൽ അവസാനിപ്പിച്ച് 4:30 അല്ലെങ്കിൽ 6 മണിയോടുകൂടി ഇരുട്ട് വീഴുന്നതോടെ തെരച്ചിൽ അവസാനിപ്പിച്ച് പുറത്തിറങ്ങുന്ന വനപാലകർക്ക് നേരെ ഈ ജനരോഷം ഉണ്ടാകുന്നത് ഇപ്പോൾ മറ്റു പല താല്പര്യങ്ങളാലും ഉണ്ടാകുന്നതാണ് എന്ന് സംശയിക്കേണ്ടി വരും. കാരണം വനപാലക സംഘം അതിതീവ്രമായി തന്നെ ഈ ആനയെ പിടികൂടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമ്മുടെ ബോധ്യമാണ്.
നമുക്ക് അറിയാവുന്നതാണ്. ഇത് ഈ നാട്ടുകാർക്കും അറിയാവുന്നതാണ്. അതേസമയം പുറത്തു നിന്നുള്ള ചില ശക്തികൾ ഇത്തരത്തിലുള്ള ഈ അതിവൈകാരിക പ്രതികരണങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന് ഇപ്പോൾ വനപാലക സംഘം സംശയിക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള പ്രതികരണത്തിന് ഇവിടെ അടിസ്ഥാനമില്ല. കാരണം രാവും പകലും വനപാലക സംഘം ഈ ആനയെ പിടികൂടാൻ, ഇപ്പോൾ കാട്ടിൽ നമുക്കറിയാവുന്ന പോലെ പിന്നിൽ കാണുന്നത് കാടാണ്. ഈ കാട്ടിലാണെങ്കിലും ആനയെ പിടികൂടണമെന്നും പിടികൂടി ആ മുത്തങ്ങയിൽ ആനപ്പന്തിയിലേക്ക് മാറ്റണമെന്നും ലക്ഷ്യം വെച്ച് തന്നെയാണ് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഫലം കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വൈകാതെ പിടികൂടാനാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളോട് ശാന്തരാകാൻ ആവശ്യപ്പെടുന്നുമുണ്ട്. ശരി അനീസ്, ആനയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം തുടരുകയാണ്. വിവരങ്ങളാണ് അനീസ് അലി നൽകിയത്.